ലിജേഷ്, എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം, എന്നെ പോലീസ് കേസിൽ കൊടുക്കണം, അതുപോലെ തന്നെ സബ് ജയിലിലോട്ടൊന്ന് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കാൻ ആളുണ്ട്. പ്രേമം എന്ന മലയാള സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ സായി പല്ലവി മലർമിസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറി. നമ്മളെല്ലാവരും ആ ഒരു നായികയെ മലർമിസിനെ നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു നടനുണ്ട്. നടന്റെ പേര് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞാനിപ്പോ പറയുന്നില്ല. നമ്മള് പിടിച്ചകത്തിടും, അല്ലെങ്കിൽ നമ്മുടെ ചാനല് പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ 3 സ്ട്രൈക്കൊക്കെ അടിച്ചു തരുന്നത്. 3 സ്ട്രൈക്ക് ഇതിന്റെയൊക്കെ ചാനല് തീർക്കും. ആ ഒരു മൂടിയിരിക്കുന്ന ഒരു നടനുണ്ട്. ആ നടന്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സായി പല്ലവിയെ മലർമിസ്സായി ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റി വെച്ചതുപോലെ ഈ നടനെ ഞാൻ എന്റെ മനസ്സിലേക്ക് മലരണ്ണനായിട്ട്, എങ്ങനെയുണ്ട് മലരണ്ണൻ? നല്ല പേരല്ലേ, തെറ്റൊന്നുമില്ല. മലരണ്ണൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന മലർമിസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ഭയങ്കര കഴിവുകളുള്ള നായകൻ നമുക്ക് മലരണ്ണനായി. അപ്പോൾ ആ ഒരു മലരണ്ണനെ ഞാൻ എന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. അപ്പം മലരണ്ണന്റെ ഞാൻ പറഞ്ഞല്ലോ, കുന്തളിപ്പുകൾ അങ്ങോട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഈ മലരണ്ണൻ എതിരെ സംസാരിക്കുന്നവര് ഇനി മിണ്ടരുത്. അവരുടെയൊക്കെ നാക്ക് പിഴുതെറിയണം. അവന്റെയൊക്കെ ചാനൽ പൂട്ടിക്കണം. ഇവിടെ ഞാൻ മതി, ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളൊരു മൂഡിലാണ് ഈ മലരണ്ണൻ ഇരിക്കുന്നത്. ഈ മലരണ്ണനെ താങ്ങാനായിട്ട് കുറെ ചുന്ദരന്മാരുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ആളുകളുണ്ട് ഈ മലരണ്ണനെ താങ്ങാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ. ഇല്ലെങ്കിൽ ഒരുത്തൻ സ്ത്രീകൾക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള പരാമർശങ്ങൾ പണ്ട് തൊട്ടുള്ളത് കിടക്കുക. പല ചാനലിലും വന്നിരുന്ന് ആദ്യ ഭാര്യയെ പട്ടിയെ ആട്ടുന്നതാണ് കാട്ടി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കാണിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്. എന്തുകൊണ്ട് ചോദ്യം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇയാളെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് കുറെ പേര് ഇവിടെ യൂട്യൂബ് വഴി വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ചാനൽ അടിച്ചു പൂട്ടിക്കുക. നിങ്ങൾ അറിഞ്ഞു കാണും, ഒരുത്തന്റെ ചാനലിന് 3 സ്ട്രൈക്കൊക്കെ അടിച്ചു കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് കാര്യത്തിന്? സത്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ? അതും ഞങ്ങളല്ല ഈ സത്യങ്ങളെല്ലാം വിളിച്ച് 100 പേരോട് പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളെ അറിയാവുന്ന, ഇദ്ദേഹം ദ്രോഹിച്ച ആളുകൾ വന്ന് പറയുന്ന പല കാര്യങ്ങൾ കേട്ടിട്ട് അത് നിങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് സത്യങ്ങൾ പുറത്തേക്ക് കുറച്ച് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ചീത്ത ആൾക്കാരാ. നമ്മളെ നശിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേൾപ്പിച്ചതാണ് നേരത്തെ. അതിനകത്ത് വ്യക്തമായിട്ട് ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വോയിസ് ആണ് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തനിക്കുണം നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ ആ ഒരു വോയിസ് ക്ലിപ്പിനെ പറ്റിയൊന്നും ഇവിടെ സംസാരിക്കുന്ന പോലും ഇല്ല. അദ്ദേഹത്തിന് എലിസബത്ത് എന്ന് പറയുന്ന ലേഡി വന്ന് എന്തോരം കാര്യങ്ങൾ പറഞ്ഞു, എന്തോരം കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ അതിന്റെ മുമ്പുണ്ടായിരുന്ന വൈഫ്, അവരെന്തോരം കാര്യങ്ങൾ പറഞ്ഞു. വിത്ത് പ്രൂഫ് ഇവിടെ പലരും മുന്നോട്ട് വന്നു. എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ഒരു മാങ്ങയും ചെയ്യാൻ ഇവിടുത്തെ നിയമത്തിന് പറ്റുന്നില്ല? ഇത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. നിയമത്തെ ചോദ്യം ചെയ്യല്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ആരെ പേടിക്കുന്നു? ഇയാൾക്ക് അത്രയ്ക്കും വലിയ, നമ്മളും ഒക്കെ പേഴ്സണലി അറിയുന്നുണ്ട്, നല്ല കുണ്ടാ സപ്പോർട്ടറുള്ള ടീമാണ്. ചിലപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളെയൊക്കെ ചിലപ്പോൾ തീരും ചിലപ്പം. പക്ഷെ പേടിയുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ, മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു പേടി വേണം. എന്ന് വെച്ച് എന്ത് നെറികേട് കണ്ടാലും അങ്ങ് മിണ്ടാതെ മൊത്തത്തിലിരിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പേടിയുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. എന്റെ വീട്ടിൽ രാത്രി വന്ന് ഇവൻ ബോംബ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വരുവോ? നിങ്ങൾ പറ. ആരും വരത്തില്ല. രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യണം. ചിലപ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് പോലും ചിലപ്പോൾ തരത്തില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചിട്ട് ഇത്രയും തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ലേഡി പറയുന്നതെല്ലാം അവർ 2 ദിവസമായിട്ട് അവരുടെ ഒരു അനക്കോ ഇല്ല. പേടിച്ചു കാണും അവരൊക്കെ. ഇല്ലെങ്കിൽ അവരെ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇനിയിപ്പോ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പേരിൽ ഇനി പോലീസുകാർ വിളിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞു കാണും, ഇനി വീഡിയോ ഒന്നും ഇടാൻ പാടില്ല, നീ സത്യങ്ങൾ വിളിച്ച് പറയരുത്, നീ മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞു കാണും ആ സ്ത്രീയോട്. ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച ആ സ്ത്രീയുടെ. ഇന്ന് കുറച്ചു മുമ്പ് ചെകുത്താൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ചു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ, ഒരു സംവിധായകനാകാൻ വേണ്ടി ഈ ഒരു നടന്റെ പുറകെ നടന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ.
അദ്ദേഹവും ഈ ഒരു ചെകുത്താനും കൂടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ചെകുത്താൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടും കൂടെ ഒക്കെ ഒന്ന് പോകാം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. പിന്നെ ഭീഷണികൾ നല്ല രീതിയിൽ വരും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കിക്കോളുക. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കല്ല, ഈ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്കും ഭീഷണികളും നമ്മുടെ ചാനലുകൾക്ക് സ്ട്രൈക്കും ഇതെല്ലാം നല്ല രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ട്. വന്നു കഴിഞ്ഞു, സാധ്യത എന്നല്ല, വന്നു കഴിഞ്ഞു. ഓൾറെഡി ഒരു പയ്യന് വന്നു കഴിഞ്ഞു 3 സ്ട്രൈക്ക്. പിന്നെ ഈ സ്ട്രൈക്ക് അടിക്കുന്നവരോടാണ്. ഈ നടനല്ലല്ലോ എന്തായാലും കുത്തിയിരുന്ന് സ്ട്രൈക്ക് അടിക്കുന്നത്. നടൻ കൊടുത്തിട്ട് വേറെ ടീമുകളാണല്ലോ അടിക്കുന്നത്. അപ്പം നടനും അവരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 3 സ്ട്രൈക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ കൂട്ടി പോത്തൊന്നുമില്ല. ചാനൽ ഒന്ന് ഡൗൺ ആവും, ചാനൽ ഡൗൺ ആവും. പക്ഷെ ആ ചാനൽ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായി പോകും എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കേണ്ട. മനസ്സിലായില്ലേ? അത് നിങ്ങളൊന്ന് ആലോചിച്ചോളുക, ഓർത്തു വെച്ചോളുക. പിന്നെ നടൻ, താങ്കളുടെ കാശ് കുറച്ച് ഇങ്ങനെ പോത്തേ ഉള്ളൂ, അല്ല താങ്കൾക്ക് പ്രത്യേകിച്ച്, താങ്കളെ എന്തായാലും ഇവിടുത്തെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ താങ്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരും അങ്ങ് മുടിഞ്ഞു പോകണമെന്നുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, ആ ഒരു മെന്റാലിറ്റി നടക്കത്തില്ല അണ്ണാ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചെകുത്താന്റെ വീഡിയോ നമുക്ക് കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെഗു പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ലിജേഷ്, എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം, എന്നെ പോലീസ് കേസിൽ കൊടുക്കണം, അതുപോലെ തന്നെ സബ് ജയിലിലോട്ടൊന്ന് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് ഒരു വട്ടം പറഞ്ഞു നിർത്തുവല്ല ചെയ്തേക്കുന്നത്, ഇവൻ പല വട്ടം പറയുന്നുണ്ട് ഇല്ലേ? ഇവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ്. പല സിറ്റുവേഷൻ. ഇവന്റെ ബർത്ത്ഡേ ആണോ അന്ന്? ഏതൊരു ബർത്ത്ഡേക്ക് എന്തോ നിങ്ങളെ പണ്ടത്തെ റീൽസ് നോക്കി ആരാണ് ഈ ചെകുത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് രോഷാകുലനുണ്ട്. രോക്ഷാകുലനാകും. നടനെ പറ്റിയിട്ടാ പറയുന്നത്. ഇപ്പം ആ കൂടെ നിന്നത് ഡയറക്ടർ, ഇന്നലെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ. അപ്പൊ അദ്ദേഹത്തിനോടും എലിസബത്തിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കൊല്ലും. സാക്ഷികൾ മുന്നോട്ട് വന്ന് പറയുകയാണ് ഇയാളെ കൊല്ലുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നാണ് അപ്പുറം നിൽക്കുന്ന ആള് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഉണ്ട്, ഞാൻ മൊത്തത്തിൽ വീഡിയോ ആക്കാത്ത ആൾ അവിടെ നിന്ന് തന്നെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവനെ കൊല്ലു എന്ന് പറയുന്നത്. എന്നിട്ട് പോലും, ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പോലീസുകാർ ഇയാൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയുമായിട്ട്? പിന്നെ ചെകുത്താന്റെയൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇവരെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയപ്പം മീഡിയ, മെയിൻ സ്ട്രീം ചാനൽ എന്ന് പറഞ്ഞ മനോരമ മാത്രം അങ്ങാണ്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരൊറ്റ ചാനലും കവർ ചെയ്യാൻ ചെന്നിട്ടില്ല. എന്തുകൊണ്ട് ചെല്ലുന്നില്ല? നേരെ ആ നടനായിരുന്നെങ്കിലോ ഓടിപ്പാഞ്ഞെല്ലാം കൂടെ ചെന്നേനെ. എന്നിട്ട് വെളുപ്പീര പുള്ളിയെ ഇട്ട്, എനിക്കറിയില്ല എന്താ ഇയാൾക്ക് ഇതിന് മാത്രം. ഇവിടുത്തെ ഈ ഒരു കേരളം ഭരിക്കുന്നത് ഇവന്റെ ആരെങ്കിലും ആണോ? എനിക്ക് അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രിവിലേജ് ആണ് ഇയാൾക്ക് എന്തിനാ ഇത്രയും പ്രിവിലേജ് ഇയാൾക്ക്? എടാ, സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഏതെങ്കിലും ഒരുത്തനെതിരെ ഒരു സ്ത്രീ വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് വള്ളവും വല്ല എടുത്തോണ്ട് ചെല്ലും അവനെ പിടിച്ച് അകത്തിടാനായിട്ട്. ഇത് ഇവന്റെ കേസിൽ ഇതൊന്നുമില്ല. എന്തുകൊണ്ട്? എനിക്ക് എന്റെ സംശയം മൊത്തം അതാണ്. മണിയുണ്ട്, പവർ നല്ല രീതിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നല്ല രീതിയിൽ കുണ്ടാ സെറ്റപ്പുകൾ ഉണ്ട് ഈ അണ്ണന്. ഇറ്റ്സ് പ്രൂവൺ. പല ആളുകളും വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടത്. മനസ്സിലായില്ലേ? ആ ഒരൊറ്റ കേസിലുള്ള നമുക്കും പേടി. ഞാൻ പറഞ്ഞില്ലേ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോ. പോയ ആർക്ക് പോയി? എനിക്ക് പോയി, അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് പോയി. എല്ലാവരും മറ്റേ ധൈര്യത്തോടെ മുന്നോട്ട് വന്നിരുന്ന് പറയും. ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് പറയുക. എല്ലാവരും, ഞാനും എന്റെ ഫുൾ ധൈര്യം എടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കും. പക്ഷെ എങ്കിൽ പോലും ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട്. കാരണം ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാ. ഇവരെ പോലെ ഒരുത്തനെ ഞാൻ ഈ അടുത്തൊന്നും ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഓൺലൈൻ മീഡിയയിലുള്ള ആളുകളാണെങ്കിലും എന്നോട് പറയുന്നുണ്ട്, എടാ ഒന്ന് സൂക്ഷിക്കണം, വിചാരിക്കുന്ന കണക്കല്ല, ഒരുപാട് അങ്ങ് ധൈര്യം കാണിച്ച് ചാടുമ്പോ ഒന്ന് നോക്കിക്കോണം. അപ്പൊ ഞാൻ ആലോചിക്കും, സത്യമല്ലേ അവര് പറയുന്നത്? ഇല്ലെങ്കിൽ ഒരുത്തനെതിരെ ഇത്രയും തെളിവുകളൊക്കെ വന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കാണിച്ചിട്ട് പോലും അവനെ ഇവിടുത്തെ നിയമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളിരുന്ന് സംസാരിക്കും. മാക്സിമം ഇതിന്റെ അറ്റം വരെ നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയും നമ്മൾ നിൽക്കും. ബാക്കി നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. എന്തെങ്കിലും പറ്റിയോ ഒന്ന് കൂടെ നിന്നേക്കണേ. ബാക്കി കാണാം നമുക്ക്. കണ്ടിട്ട് അവൻ എന്താ ഇതിങ്ങനെ ഒന്ന് അമർത്തിയാൽ തീർന്നില്ലേ? ഇതെല്ലാം പറയുമ്പോൾ ഉടനെ എല്ലാവർക്കും ഭയങ്കര അങ്ങനെ ആയിരിക്കത്തില്ല. തോക്ക് ഒറിജിനലാണോ? ഒരുപക്ഷെ ചെകുത്താൻ പറയുന്നത് കൊണ്ടാണോ? അതായത് ഞാനല്ല പറഞ്ഞത്, മാഗ്ന ആയതുകൊണ്ട് അവനാ പറഞ്ഞത്. ഞാനാ പറയുന്നത് പോലെ എന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് അജു പറയുമ്പോ അതിനകത്തൊരു എന്താ പറയാ, മറ്റുള്ളവർക്കൊരു വില കൽപ്പിക്കുന്നില്ലാത്ത എടാ, ഞാനല്ല, ആര് പറഞ്ഞാലും വില കിട്ടുന്നില്ല. അല്ല, അതുകൊണ്ട് പറയാൻ മാത്രം ഇത്ര വില. അങ്ങനെ എന്തുകൊണ്ട് വരുന്നതെന്നുള്ള ഭാര്യയെ പറ്റി എന്തോ പറഞ്ഞു. എനിക്കെതിരെ പെട്ടെന്ന് തന്നെ FIR ഇട്ടു, കേസ് എടുത്തു. ഇവിടെ ആൾക്കാർക്ക് ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേസും ഇല്ല, കുഴപ്പമില്ല.
അവർക്ക് എഫ്ഐആർ ഉണ്ട്, അന്വേഷിക്കാനുണ്ട്, ഒരുപാട് സംസാരിക്കാനും ചിന്തിക്കാനും ഇതുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇതിനെയൊക്കെ ഇനി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അല്ല, ഇവൻ എന്തെങ്കിലും ചെയ്യണോ? ഉറപ്പ് ഇവൻ എന്തെങ്കിലും അക്രമം കാണിക്കും, ഒരു സംശയം. അതിന് എൻ്റെ നേരെയാണോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? നമ്മളെങ്ങനെ ഇവിടെ കൂടെ നടക്കും? ഈ ഗ്രാമത്തിൽ അവന് കുറേ ഗുണ്ടാ സപ്പോർട്ടും കുറെ കച്ചറ പിള്ളേർ ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇവനാണോ ആരാണോ നമുക്ക് പിടികിട്ടത്തില്ല. ഇത് വഴി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും മെല്ലെ വന്നിട്ട് ഇങ്ങനെ തട്ടുക, ഇതുപോലെ തട്ടിട്ട് പോകും. ഞാൻ ഫാൻസുകാരല്ലായിരുന്നു, പക്ഷെ ഇവന്റെ പരിപാടി ഇതൊക്കെ. ഇവൻ ഒത്തിരി ഗുണ്ടകൾ കൂട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവന് പങ്കുണ്ടാവും. ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ട് മൊത്തം ഇവന്റെയൊക്കെ പോലീസ് കാണാൻ എന്തെല്ലാം തട്ടിപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പോലീസുകാർ പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ തന്നെ കുടയണം. കുടഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. ഞാൻ നേരത്തെ മിഷേൽ ഷാജി കേസ് നിങ്ങൾ മറന്നു കാണും. ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 2-2.5 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് പറ്റിയതിനകത്തൊക്കെ എന്തെങ്കിലും വകുപ്പില് എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ചില പേരുകളൊക്കെ കേട്ടത് എലിസബത്ത് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. സോ ഏതെങ്കിലും തരത്തിൽ കൈയുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. കാരണം പോലീസുകാരൊക്കെ ആ കേസ് വിട്ടു. ആ പെൺകുട്ടിയുടെ അച്ഛനൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തോരം സ്ഥലത്ത് എന്തോരം പോലീസ് സ്റ്റേഷനിൽ അന്ന് കയറി ഇറങ്ങി നടന്നു. ഒന്നും നടന്നില്ല. എന്തുകൊണ്ട്? പോലീസിലൊക്കെ പിടിപാടുള്ള ആരോ ഉണ്ട്. അതപ്പോ ഇദ്ദേഹമാണോ എന്നുള്ള ഒരു സംശയം ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നുണ്ട്. പിന്നെ ചെഗുവൊക്കെ പറയുന്നത് കേട്ടല്ലോ, എത്രയൊക്കെ സാക്ഷികൾ വന്നു പുള്ളിക്കെതിരെ. എന്നിട്ട് എന്തുകൊണ്ട് ഒന്ന് പുള്ളിയുടെ വീടിന്റെ പരിസരത്ത് പോലും ചെല്ലാൻ പറ്റുന്നില്ല ഇവിടുത്തെ പോലീസുകാർക്ക്? എന്താ കാരണം? എന്താ? എലിസബത്ത് എവിടെ? തള്ളിക്കൊന്നോ അതിനെ? അതോ ഇനി എനിക്കറിയാൻ പാടില്ല സത്യമായിട്ടും. എവിടെയാ അവര്? 2 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല അതിന്റെ. തല്ലിക്കൊന്നാ പോലും ആരും അറിയത്തില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല. നാം മാന്യൻ, നാം പാവം, നാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കോട്ടയത്ത് കുട്ടിക്ക് കാസ് കൊടുത്ത് ഞാൻ വൈക്കത്തിറന്ന് മീൻ പിടിത്ത് ഇങ്ങനെ ഇരിക്കുക. മനസ്സിലായില്ലേ? നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അടുത്ത കുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ മാന്യനെ പോലെ ബാക്കി എല്ലാം ചെയ്യാൻ ഒരിക്കലും എങ്ങനെ ഇത്ര ലൈസൻസ് കിട്ടിയേക്കുന്ന ഇവിടെ? അവൻ ആരെയും പേടിയില്ല, അവന് പോലീസിനെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, ആരെയും പേടിയില്ല. നിയമത്തെയും പോലീസിനെയൊക്കെ എന്നെ പേടിച്ചിട്ട് കാര്യം, എന്നെ എന്തായാലും പേടിക്കേണ്ടി വരത്തില്ല. അവൻ അതിനൊന്നും പേടിയില്ല. അവൻ അത്രയും ഇതിന്റെ മുന്നിൽ ഞാൻ പറയുമോ? ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇവൻ എങ്ങനെ ഈ ധൈര്യം കിട്ടുന്നത്? ഇവന്റെ കൂടെ ഉന്നത ഉദ്യോഗസ്ഥര് വലിയ കൂട്ടുകാരുണ്ട്. അതിനെപ്പറ്റി എല്ലാം എലിസബത്ത് പറയുന്നുണ്ട് വീഡിയോയിൽ. അവനൊരു പേടിയില്ല, നിയമത്തിനെ പേടിയില്ല, പോലീസിനെ പേടിയില്ല. പോലീസുകാർ ഒരുപാട് ഈ ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിൽ ഇതിന്റെ കൂടെ കൂട്ടിനുണ്ട്. കൂട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വല്ല പാർട്ടി ചെയ്യോ, ഫ്രണ്ട്സ് ഉണ്ട്. നല്ല ഉദ്യോഗസ്ഥർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ധൈര്യം കിട്ടുന്നതായിരിക്കും. അജു എന്നറിയപ്പെടുന്ന ചെറുത്താൻ പറയുന്ന കേട്ടല്ലോ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ പോക്കറ്റില്ല. പിന്നെ എങ്ങനെ കാണുമല്ലോ? അതുകൊണ്ടാണല്ലോ ഇത് ജനങ്ങൾക്ക് ഇനി ഇതൊരു പുതിയ അറിവല്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് പുതിയ അറിവാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്. ഇത്തിരി മൂല്യമുള്ള ആരാണെങ്കിലും ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ട് ഇത്രയും ഒരു സ്ത്രീ പറഞ്ഞു, പിന്നെ അടുത്ത ആൾ വരുന്നു, വേറൊരാൾ വരുന്നു, ഇത്രയൊക്കെ ആളുകൾ മുന്നോട്ട് വന്നിട്ടും അദ്ദേഹം കാൽക്കാറ്റും കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ അവസ്ഥ എങ്ങനെ? ഈ പാണ്ടിക്കരിമ്പാറ മലരണ്ണനെയൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് താങ്ങി വെച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറ. ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താണ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു വിദ്വേഷം എല്ലാം നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത്. വെറുതെ കണ്ട് ലൈക്ക് ഇട്ടിട്ട് മാത്രം പോകാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്കിനി ആകെ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട്. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കാരണവശാലും മറക്കാതെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.